ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിൻ്റെ രണാങ്കണത്തിൽ സ്വഫ് ശരിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സവാദിനെ അറിയാതെ ഒന്ന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഹബീബായ നബി തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഈത്തപ്പന മടൽ കൊണ്ട്, അതല്ലെങ്കിൽ ചെറിയൊരമ്പിൻ്റെ കഷ്ണം കൊണ്ട് ഹബീബായ നബി തങ്ങൾ സ്വഫിലേക്ക് ശരിക്ക് നിൽക്കു സവാദ് എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബായ നബി തങ്ങൾ നിർത്തിയപ്പോൾ സവാദ് അത് തരം നോക്കിക്കൊണ്ട് പിടിച്ച് കയറുകയാണ്. ഇത് ഒരു ചാൻസ് തന്നെ. സവാദിൻ്റെ ഹൃദയത്തിൽ കൊണ്ട് നടന്നിരുന്ന ശരീരത്തിൻ്റെ മനസ്സ്, മഹാനായ സവാദിൻ്റെ മനസ്സിൽ കൊണ്ട് നടന്ന മുറാദ് ഇത് ചാൻസ് തന്നെ എന്ന് മനസ്സിലാക്കി സവാദതാ അള്ളാഹിൻ്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ, അങ്ങ് സ്വഫ് ശരിയാക്കി കൊണ്ടിരിക്കുമ്പോൾ അങ്ങയുടെ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് എന്നെ നോവിച്ചിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് കിസാസ് എടുക്കണം നബിയേ. അള്ളാഹിൻ്റെ റസൂല് കിസാസ് എടുക്കാൻ വേണ്ടി അങ്ങ് നിന്ന് കൊടുത്തപ്പോൾ മഹാനായ സവാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിയേ, അങ്ങ് എന്നെ കുത്തിയ ആ വടി തന്നെ എനിക്ക് തരണം. മാത്രമല്ല, അങ്ങ് എന്നെ കുത്തുന്ന സമയത്തിൽ എൻ്റെ ശരീരത്തിൽ വസ്ത്രമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കമീസ് അഴിക്കു നബിയേ. ഉടനെ തന്നെ മഹാനായ സവാദിൻ്റെ ആവശ്യപ്രകാരം ഹബീബായ നബി തങ്ങൾ തൻ്റെ കമീസ് അങ്ങ് പൊക്കിക്കൊടുക്കുകയാണ്. നെയ്നാർ നബി ത്വാ കമീസേ കേറ്റി നവീനർ സവാദോടിം കടുത്തോതീറ്റി അഴിനാൽ തിരുപാത്തൻ അയർത്ത് നോക്കി അടുത്ത് പൊളിഞ്ഞാശ മിളിയോളുകി. അങ്ങനെ മഹാനായ സവാദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിൻ്റെ റസൂല് കമീസങ്ങ് പൊക്കിക്കൊടുത്തപ്പോൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഹബീബിൻ്റെ അടുക്കൽ നിന്നും വാങ്ങിയ വടി താഴേക്കങ്ങ് വലിച്ചെറിഞ്ഞുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂലിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മണക്കുകയാണ്. മാത്രമല്ല, ഏതുപോലെ എന്നാണ് കവി പറയുന്നത്, അരിപ്പൂ മലറും തേൻ അരിന്തും പോലെ അഴുതും മണത്തും കൊഴിയാലേ. രാവിലെ മുതൽ വൈകുന്നേരം വരെ തേനുള്ള പുഷ്പം അന്വേഷിച്ച് നടന്നതായിരിക്കുന്ന ഒരു വണ്ട് തേനുള്ള പൂവ് കാണാൻ കഴിയാതെ വിഷമിച്ച സമയത്ത് വൈകുന്നേരം വരെ പറന്ന് തേനില്ലാതെ ഒപ്പം വിശപ്പുമായി നിരാശയോടെ തിരിച്ചു കൂട്ടിലേക്ക് പറക്കാൻ നേരം, സന്ധ്യാനേരം വരെ പറന്നിട്ട് തേനുള്ള ഒരു പൂവും കാണാതെ നിരാശയോടെ തിരിച്ചു പറക്കുമ്പോൾ ആ പറക്കുന്ന സമയത്ത് സന്ധ്യാനേരത്ത് നിറഞ്ഞ തേനുള്ള ഒരു പൂവ് ഈ വണ്ട് കണ്ടാൽ വിശപ്പുള്ള ക്ഷീണമുള്ള സമയത്ത് ആർത്തിയോടുകൂടി ആ പൂവിലേക്ക് പാഞ്ഞെടുക്കുന്നത് പോലെ, അതാണ് മഹാകവി മോയിൻകുട്ടി വൈദ്യർ പറയുന്നത്, അരിപ്പൂ മലറും തേൻ അരിന്തും പോലെ അഴുതും മണത്തും കൊഴിയാലേ. അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കമീസങ്ങ് പൊക്കിക്കൊടുത്ത സമയത്ത് കമീസ് നീക്കിക്കൊണ്ട് നബിയെ മുത്തി മണക്കുകയാണ്. ഒപ്പം കണ്ണീർ തുള്ളികളും അടർന്നു വീഴുകയാണ്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ശരീരത്തിൽ മുത്തിമണത്ത കാരണത്താൽ സവാദിൻ്റെ ശരീരവും മുഖവുമൊക്കെ വെട്ടിത്തിളങ്ങുകയാണ്. 1000 വർഷം അത്തറിൻ്റെ കുടത്തിൽ തലമുക്കിയെടുത്താലും ഇത്ര വാസന സ്മെല്ലുണ്ടാവുകയില്ല. അത്രക്കും നല്ല മണം സവാദിൻ്റെ ശരീരത്തിൽ നിന്നും അടിച്ചു വീശുകയാണ്. ഏതായാലും അല്ലാഹുവിൻ്റെ റസൂല് സവാദിനോട് പറയുകയാണ്. എന്താണ് പറയുന്നത് സവാദ്? ഒൽപ്പൊണ്ടഴും ഞാതൊരു നബി മോളിന്താറ് ഉള്ളേ ഖിസാസ് നീ എടുക്കാതെന്താ? സവാദേ, നീയല്ലേ പറഞ്ഞ് കിസാസ് എടുക്കണം, എടുത്തേക്കുക, നാളെ പരലോകത്തിലേക്ക് നീട്ടിവെക്കല്ല സവാദ്.
അങ്ങനെ മഹാനായ സവാദ് റളിയല്ലാഹു തആല അൻഹു അതാ അല്ലാഹുവിൻ്റെ റസൂലിനെ മുത്തിമണക്കുകയാണ്. ഏതായാലും മഹാനായ നിബിതങ്ങൾ സവാദിനോട് പറഞ്ഞു, കിസാസ് എടുക്കു സവാദേ, നാളെ റബ്ബിൻ്റെ കോടതിയിലേക്ക് ഹിസാബിൻ്റെ വേളയിൽ പ്രശ്നമാക്കല്ല സവാദ്. ഈ സമയം സവാദ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂലിനോട് പറയുകയാണ്, നബിയേ, അങ്ങ് ഒരുപാട് കാലമായി ഉള്ളിൽ വെച്ച് നടക്കുന്ന ആഗ്രഹമാണ് ഈ പാവപ്പെട്ട സവാദ്, അങ്ങയുടെ ശരീരം എൻ്റെ ശരീരത്തോടൊന്ന് ചേർക്കാൻ. എന്നാൽ നരകത്തിൻ്റെ ചൂടി സവാദിനെ ഏൽക്കേണ്ടി വരികയില്ലല്ലോ. മാത്രമല്ല മറ്റൊരു മുറാദ്, അങ്ങയുടെ ശരീരം ഒന്ന് തുറന്നു മുത്താൻ. ഈ രണ്ടാഗ്രഹവും മനസ്സിൽ വെച്ച് നടക്കുന്ന സമയത്താണ് എന്നെ വടികൊണ്ട് സഫിലേക്ക് നിർത്തിയത്. ആ ചാൻസ് ഞാൻ ശരിക്കും ഉപയോഗപ്പെടുത്തി നബിയേ. ഈ അവസരം ഞാൻ മുതലെടുത്തു നബിയേ. അതിനാൽ അങ്ങയുടെ മനം മുഷിച്ചോ നബിയേ. ഈ പാവപ്പെട്ട സവാദിനോട് ക്ഷമിച്ചാലും. ഇത് കേട്ട കാരുണ്യത്തിൻ്റെ പ്രവാചകൻ അഷ്റഫുൽ വറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സവാദിന് വേണ്ടി ദുആ ചെയ്തു എന്ന് മാത്രമല്ല, ഏതായാലും നബിയും സഹാബത്തും ഒരു ഭാഗത്തും അബുൽ ഹക്കമും സൈര്യവും മറുഭാഗത്തുമായി ബദറിൽ എന്തിനും തയ്യാറായി നിലയുറപ്പിച്ചിരിക്കുകയാണ്. രംഗം മഹാകവി മൊയ്ൻകുട്ടി വൈദ്യർ വിവരിക്കുന്നു. അത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം. അണ്ട് പുറരാവിയുടെ കണ്ടർ നബിയാരെ ഹൗദിൽ നിണ്ട് ജലം മുക്കുവതിനായി അണ്ടെ കുറൈശോർ ചിലറും മുന്തിടൈ ഹക്കീമുമേ സുഗന്ധനടിയിലേറി നടുവായി. അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ.